മെമ്മറി മാപ്പിംഗ് ആണ് പറയുന്നത്. ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡാറ്റ ഫ്രം മെയിൻ മെമ്മറി ടു ക്യാച്ച് മെമ്മറി ഈസ് കോൾഡ് മാപ്പിംഗ്. മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ മെമ്മറിയിൽ നിന്ന് ക്യാച്ച് മെമ്മറിക്ക് ഡാറ്റ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് പറയുന്നത്. 3 ടൈപ്പ് ഓഫ് മാപ്പിംഗ് ഉണ്ട്. ഫസ്റ്റ് പറയുന്നത് അസോസിയേറ്റീവ് മാപ്പിംഗ് ആണ്. ഇത് അഡ്രസ്സിനെയും ഡാറ്റേനെയും രണ്ടിനെയും സ്റ്റോർ ചെയ്യും. ദ അഡ്രസ് വാല്യൂ ഓഫ് 15 bits ഈസ് 5 digit octal number and data is 12 bits words in 4 digit octal number. അഡ്രസ് വാല്യൂവിനെ 15 ബിറ്റിനെ 5 ഡിജിറ്റ് ഒക്ടൽ നമ്പർ ആയിട്ടും 12 ബിറ്റ്സ് ആയ ഡാറ്റേനെ 4 ഡിജിറ്റ് ഒക്ടൽ നമ്പർ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ദ CPU അഡ്രസ് ഓഫ് 15 bits is placed in argument register and the associated memory searched for മാച്ചിങ് അഡ്രസ്. 15 ബിറ്റ്സ് ആയ CPU അഡ്രസ്സിനെ ആർഗ്യുമെന്റ് രജിസ്റ്ററിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അസോസിയേറ്റീവ് മെമ്മറി അതിന് മാച്ച് ആയിട്ടുള്ള അഡ്രസ്സിന് സെർച്ച് ചെയ്യാണ്. രണ്ടാമത്തത് ഡയറക്റ്റ് മാപ്പിംഗ് ആണ്. ഇറ്റ് യൂസസ് റാൻഡം ആക്സസ് മെമ്മറി ഫോർ ക്യാച്ച്. ഇത് റാമിനെയാണ് ക്യാച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ദ CPU അഡ്രസ് ഓഫ് 15 bits is divided into 2 fields. 15 ബിറ്റ് ആയ CPU അഡ്രസ്സിനെ 2 ഫീൽഡ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 9 ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്സിനെ ഇൻഡെക്സ് ഫീൽഡ് ആയിട്ടും പിന്നെ ബാക്കി വരുന്ന 6 ബിറ്റ്സിനെ ടാഗ് ഫീൽഡ് ആയിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തത് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് ആണ്. ഈ ഡയറക്റ്റ് മാപ്പിംഗിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് രണ്ട് വേർഡുള്ള സെയിം ഇൻഡെക്സ് അഡ്രസ്സിനെ ഒരു ടൈമിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഈ പ്രോബ്ലം നമുക്ക് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് വെച്ചിട്ട് ഓവർകം ചെയ്യാൻ പറ്റും. ഈച്ച് ഡാറ്റ വേർഡ് ഈസ് സ്റ്റോർഡ് ടുഗദർ വിത്ത് ഇറ്റ്സ് ടാഗ് ആൻഡ് ദിസ് ഫോംസ് എ സെറ്റ്. എല്ലാ ഡാറ്റ വേർഡും ഒപ്പാണ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഇതൊരു സെറ്റിനെ ഫോം ചെയ്യും.